ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലഞ്ച് ടൈം വിത്ത് ഊണും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈയും വഴുതനങ്ങയുടെ ഒരു ടൈപ്പ് ഒരു കറിയാണ് കേട്ടോ. ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പേര് ഇടാവുന്നതാണ്. ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേരും കൂടി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത് രണ്ടൊരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. ഇവിടുത്തെ വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അരിഞ്ഞിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി, 2 ഏലക്കായ, ഇത്തിരി ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, നന്നായി പേസ്റ്റൊന്നും ആക്കണ്ട, നന്നായി പൊടിയും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അതാണ് അതിൻ്റെ പരുവം. ഫ്രഷായിട്ട് മല്ലി ചതയ്ക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന സ്മെല്ല് ആ കറിയിലിടുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും കൂട്ടാനുകളിലേക്ക് ഈ ഒരു മസാല ഫുള്ള് നമ്മൾ ഇതിലേക്ക് ഇടാനുള്ളതല്ല, ഒരു സ്പൂണൊക്കെ ഇടുള്ളൂ കേട്ടോ. അത് ബാക്കി നമുക്ക് വേറെ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്കും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ചതച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് തീ ഓണാക്കി പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഈ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പായ കാരണം ഇത്തിരി കട്ട പിടിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഇരിക്കണേ. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ നമുക്ക് 1-1.5 സ്പൂൺ അളവിലൊക്കെ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാവുന്നതാണ്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് അത്യാവശ്യം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ ചതച്ച് വെച്ച മസാല 1 സ്പൂൺ ചേർക്കാം കേട്ടോ. അത് ഈ ഫസ്റ്റ് തന്നെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ സബോളയും അതൊക്കെ ഇട്ടതിന് ശേഷം ചേർക്കണേക്കാട്ടും ബെറ്ററാണ് നമ്മൾ ആദ്യം തന്നെ ഇതിട്ടിട്ട് അതൊന്ന് മൂത്ത് വരണത്. അത് സ്പെഷ്യൽ ഒരു മണവും ടേസ്റ്റും നമുക്ക് ഈ കറിക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സബോളയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സബോളയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ കാശ്മീരി മുളകും ഒരു 1/2 സ്പൂണ്, പിന്നെ ഒരു സാധാ നമ്മുടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് ഇതാക്കാം കേട്ടോ. അപ്പോൾ അത് ഇളക്കി നന്നായി അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പകുതി തക്കാളി, ഒരു വലിയ തക്കാളി ആയിരുന്നു, അതിൻ്റെ പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളി നന്നായി എന്താ പറയുക, നന്നായി വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന എന്താ പറയുക വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി അതിന് വേണ്ടിയുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ ഇതിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചേർത്തതിന് ശേഷം കുറച്ച് ഇതിപ്പോൾ അത്യാവശ്യം തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് അതിനെ വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് നമുക്ക് അതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ ചേർത്ത് നന്നായി ഒന്ന് അത് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കുക. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എന്നിട്ട് അത് അടച്ചു വയ്ക്കാം, അടച്ചു വെച്ച് വേവിക്കാം. ജസ്റ്റ് അത് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് അതിലേക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കണമെന്നില്ല. നമ്മളിത് കറിയായിട്ടാണ് വെക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയായിട്ടാണ് വെക്കണേ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കാൻ വെക്കണേ കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് നമുക്ക് അത് അടച്ചു വെച്ച് വേവിക്കാം.
നമ്മുടെ കറി അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ്സ് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു പരിവാവും. നമ്മൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ നോക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ചാറ് നന്നായി വറ്റിപ്പോണ്ടോ അടി പിടിക്കണ്ടോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് വീണ്ടും അടച്ച് വയ്ക്കാം. ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബെറ്ററാണ്. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ചേർക്കാം. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ആ ടേസ്റ്റ് നമുക്ക് എടുത്ത് കിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കും. വഴുതനങ്ങ അധികം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അങ്ങനെ തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ഒരു വൈബ് തന്നെ മാറും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കില്ല ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ. ഇതാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാർട്ട് കേട്ടോ. കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രഹസ്യ കൂട്ടെന്ന് പറയണത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കാം. എന്താ പറയുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും എന്താ പറയുക, അപ്പത്തിൻ്റെ കൂടെ ആയാലും ബ്രെഡിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മീനും കൂടി വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടു നോക്കാം. നമ്മളിപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാള വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക, പിന്നെ നമ്മുടെ ഉപ്പും ചേർക്കാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കണില്ല. എന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യണേ. ഇതിൽ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിൽ നന്നായി പിടിച്ചോളും. അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യവും വരുന്നില്ല. നമുക്ക് അപ്പം തന്നെ അത് വറുത്തെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചാള കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചാള വറുത്തതും ഈ വഴുതനങ്ങയുടെ കറിയും കൂട്ടി കഴിച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയണ പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കുക്കിങ്ങിനോട് താല്പര്യമുള്ള ഇൻട്രസ്റ്റ് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നമ്മളായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളധികം ഓയിലൊന്നും യൂസ് ചെയ്യണില്ല മീൻ വറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് മാത്രം മതി, അധികം ഓയിൽ ആവശ്യമില്ല കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിലാവുമ്പോൾ വയ്ക്കുമ്പോൾ നമുക്കധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് വേഗം തന്നെ അത് വറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണൂ കണ്ടുകൊണ്ടേയിരിക്കൂ, തിന്നുകൊണ്ടേയിരിക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. സൈനിങ് ഓഫ്. ലഞ്ച് ടൈം വിത്ത് ഊണ്.